കുപ്രസിദ്ധ കേസുകളിലെല്ലാം പ്രതികൾക്കായി വാദിച്ചു. വിവാദങ്ങളുടെ വക്കാലത്തു വക്കീൽ പറഞ്ഞു വരുന്നത് അഡ്വക്കേറ്റ് ബിജു ആന്റണി ആളൂരിനെ കുറിച്ചാണ്. ആരാണ് അഡ്വക്കേറ്റ് ബിജു ആന്റണി ആളൂർ? രേണുക രാജേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിലാണ് ആളൂർ ശ്രദ്ധിക്കപ്പെടുന്നത്. കേരളത്തിന്റെ മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിച്ച പല കേസുകളിലും പ്രതികൾക്കായി വാദിച്ചു. സൗമ്യ വധക്കേസ് മുതൽ നടിയെ ആക്രമിച്ച കേസ് വരെ. സൗമ്യ വധക്കേസിലും പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിലും പ്രതികൾക്കായി ആളൂരെത്തി. മനസ്സാക്ഷി കോടതിക്ക് നിരക്കാത്ത പല കേസിന്റെയും അഭിഭാഷകൻ. ആളൂരിന്റെ മനസ്സാക്ഷി കോടതിയിൽ ആളൂർ എന്ന അഭിഭാഷകൻ എപ്പോഴും കുപ്രസിദ്ധനാണ്. വിവാദമായ പല കേസുകളിലും ആളൂരിന്റെ സാന്നിധ്യം ഒട്ടേറെ വിമർശനങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. ഇലന്തൂർ നരബലി കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നടക്കം വിമർശനം നേരിടേണ്ടി വന്നു. എന്നാൽ കുറ്റവാളികളുടെ കുടുംബം എതിർത്താൽ പോലും തന്റെ മുൻപിൽ നിയമസഹായം തേടിവരുന്ന കുറ്റവാളികൾക്ക് നീതി ഉറപ്പാക്കണമെന്ന ഉത്തരവാദിത്തമാണ് ആളൂരിന്റെ അഭിഭാഷക രീതിയും. കുറ്റവാളികൾക്ക് എന്തിനാ സാറേ നീതി എന്ന ചോദ്യത്തിനും ആളൂരിന് മറുപടിയുണ്ട്. ഒരു കേസിലെ പ്രതിക്കും ഇരയ്ക്കും ഒരേപോലെയാണ് സമൂഹത്തിൽ നിയമാവകാശമുള്ളത്. തന്നെ തേടിയെത്തുന്ന ആർക്കും നീതി ഉറപ്പാക്കണമെന്നതാണ് ആളൂരിന്റെ സിദ്ധാന്തം. എതിർഭാഗത്തിന്റെ നീതിയോ അനീതിയോ ഇരയുടെ മനസ്സാക്ഷിയോ സാഹചര്യങ്ങളോ പ്രതിഭാഗം അഭിഭാഷകൻ നോക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ തന്റെ കക്ഷിയോട് കാണിക്കുന്ന ക്രൂരതയെന്നാണ് ആളൂരിന്റെ വാദം. മനുഷ്യ മനസ്സാക്ഷി മുഴുവനും വിധി എഴുതിയാലും അതിനെ മാറ്റിയെടുക്കാൻ കെൽപ്പുള്ള വ്യക്തിയാണ് ദ ക്രിമിനൽ ലോയർ ആളൂർ. ക്രിമിനൽ കേസുകളിൽ മാത്രമല്ല ആളൂർ നിയമ പോരാട്ടം നടത്തിയത്, മറ്റു കേസുകളിലും ഹാജരായിട്ടുണ്ട്. സമീപകാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനിക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് ആളൂർ നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട്.